പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം യൂട്യൂബ് ലൈവ് നടക്കുന്ന പലർക്കും നമ്മൾ മോഡറേറ്റർ കൊടുക്കാറുണ്ട്. ഈ മോഡറേറ്റർ കൊടുക്കുന്ന പലരും ഈ മോഡറേറ്റർ ഇല്ലാത്തവരെ ഹൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ആ ഹൈഡ് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അത് വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്തു മാറ്റുന്ന ഒരു രീതി ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് യൂട്യൂബിൽ ലൈവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള വീഡിയോകൾ മുന്നോട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇപ്പം ലൈവ് നടക്കുമ്പോൾ ആർക്കെങ്കിലും മോഡറേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മോഡറേറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആ കമന്റിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അങ്ങനെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇത് ഒരുപാട് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഓപ്ഷൻ ആദ്യമേ നമുക്ക് നോക്കാം. ആദ്യത്തെ വന്നിട്ടുള്ള ഓപ്ഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് നമുക്ക് എന്തെങ്കിലും ഈ കമന്റ് ചെയ്യുന്നവർ മോശമായിട്ട് എന്തെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ടുള്ള ഓപ്ഷനാണ് ആദ്യമേ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കമന്റ് നമുക്ക് മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആഡ് ആസ് മോഡറേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡറേറ്റർ കൊടുക്കാനായിട്ട് അതിലോട്ട് ടച്ച് ചെയ്താൽ മോഡറേറ്റർ കൊടുക്കാം. അപ്പോൾ താഴോട്ടുള്ള ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ തൊട്ട് താഴെയായിട്ടുള്ള പുട്ട് യൂസർ ഇൻ ടൈം ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് മോശമായിട്ടുള്ള കമന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 24 മണിക്കൂറോ അതിൽ കുറഞ്ഞ സമയമായിട്ടൊക്കെ നമുക്ക് ടൈം ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ടും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതുമല്ല, നമുക്ക് ആ ആളെ പെർമനന്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഹൈഡ് യൂസർ ഓൺ ദിസ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ടുണ്ട്. അതായത് നമുക്ക് പെർമനന്റ് ആയിട്ട് അവരെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാനായിട്ടാണ് ഹൈഡ് യൂസർ ഓൺ ദിസ് ചാനൽ എന്നുള്ള ഇത് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ആളിന് മോഡറേറ്റർ ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയായിട്ട് ആഡ് ആസ് എ മോഡറേറ്റർ എന്നുള്ളിടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്യാം. ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി രണ്ട് ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഈ ആദ്യത്തെ ഓപ്ഷൻ മാനേജിങ് മോഡറേറ്റർ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓപ്ഷനിൽ നമുക്ക് മാനേജിങ് മോഡറേറ്റർ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് അത്രയ്ക്ക് നമുക്ക് വിശ്വാസമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും നമുക്ക് മോഡറേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഓപ്ഷൻ അല്ല, മാനേജിങ് മോഡറേറ്റർ അല്ല കൊടുക്കേണ്ടത്, രണ്ടാമത്തെ ഓപ്ഷനായ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആണ് കൊടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കുന്ന സമയത്ത് അവിടെ ആ ചാനലിന് ബ്ലൂ കളർ ഇല്ലായിരുന്നു. പക്ഷെ ഇനി അടുത്ത കമന്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ബ്ലൂ കളറോട് കൂടിയായിരിക്കും കമന്റ് വരുന്നത്. ഇവിടെ തീർച്ചയായിട്ടും അടുത്ത കമന്റ് വന്നിട്ടുണ്ട്. അപ്പം ഈ കമന്റ് വന്ന അവിടോട്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ടച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ആദ്യം തൊട്ടേ വരും, നമുക്ക് ചാനലൊക്കെ പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചാനലിനെ പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് ഇപ്പം കാണിക്കുന്നത് റീപ്ലേസ് പിൻ മെസ്സേജ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പിലായിട്ട് അതിന്റെ തൊട്ട് താഴെ നമ്മൾ ആദ്യമേ കണ്ട അത് തന്നെ റിപ്പോർട്ട് എന്നുള്ളത്, അതിന്റെ തൊട്ട് താഴെ റിമൂവ്, അതിന്റെ തൊട്ട് താഴെ ചാനൽ ആക്ടിവിറ്റി, അതിന്റെ തൊട്ട് താഴെയായിട്ട് റിമൂവ് ആ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ. അതായത് നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റാൻഡേർഡ് മോഡറേറ്റർ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ് റിമൂവ് ആ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്നുള്ളത്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ നമ്മൾ ആദ്യമേ പറഞ്ഞ മാതിരി തന്നെ ടൈം ഔട്ട് കൊടുക്കുന്നു, അതിന്റെ തൊട്ട് താഴെ ഹൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുത്തിട്ടുള്ളവരെ ആരെങ്കിലും മറ്റുള്ളവരെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചാനൽ നടത്തുന്ന നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഹൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഹൈഡ് ഒഴിവാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ക്രോം വഴി നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിലാണ് പോകുന്നത്. അതായത് നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ പോകണം. അതായത് studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരുന്നത്. ഇവിടെയായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണാം. ലോഗിൻ, അത് പ്രത്യേകം ഓർക്കുക. ലോഗിൻ എന്നുള്ള ആ ഓപ്ഷനിൽ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ എത്താനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ എത്തും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കാണിക്കും. അവിടെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് ഓപ്ഷൻ കാണിക്കും. അതിൽ നമുക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഐക്കോൺ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ സെറ്റിംഗ്സിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയായിട്ട് ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം. അവിടെയായിട്ട് കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്ന് കാണാം. ഓക്കെ, അപ്പൊ അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അവിടെയായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷൻ അവിടെ മുകളിലായിട്ട് കാണാം. കണ്ടന്റ് കൺട്രോൾ കാണാം, യൂസർ മാനേജ്മെന്റ് കാണാം, ചാനൽ ഗൈഡ് ലൈൻ. ഈ മൂന്ന് ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ടച്ച് ചെയ്യേണ്ടത്. അതായത് യൂസർ മാനേജ്മെന്റ് ആണ് നമുക്ക് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസർ മാനേജ്മെന്റിൽ ടച്ച് ചെയ്യുന്നു.
അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇതുകണക്ക് നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ ഓപ്പൺ ആയ പേജിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആർക്കൊക്കെ മാനേജിംഗ് മോഡറേറ്റർ കൊടുത്തിട്ടുണ്ടോ അവരുടെ പേരായിരിക്കും അവിടെ കാണുന്നത്. അവരുടെ ചാനൽ ഏത് ചാനലിലാണോ നമ്മൾ മാനേജിംഗ് മോഡറേറ്റർ കൊടുത്തിട്ടുള്ള ചാനലിനായാലും ഐഡിക്കായാലും എങ്ങനെയായാലും അപ്പോൾ അത് കൊടുത്തിട്ടുള്ള ആ പേരുകളായിരിക്കും ഇവിടെ കാണുന്നത്. ഇവിടെ 2 മാനേജിംഗ് മോഡറേറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ആ മാനേജിംഗ് മോഡറേറ്റർ ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ളത് ശരി, നമുക്ക് അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ആ ചാനലിന്റെ പേരിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇൻഡു കാണാം. ആ ഇൻഡുവിൽ തൊട്ട് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട്, അതായത് താഴെയായിട്ട് സേവ് എന്ന് കാണാം. ആ സേവിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് സേവ് ആയിക്കോളൂ, അതായത് അതങ്ങ് ഒഴിവായി കിട്ടും. ഓക്കെ, അതല്ല നമുക്ക് മാനേജിംഗ് മോഡറേറ്റർ എത്ര കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കണം. ഇതിപ്പം 2 ഇവിടെ അല്ലേ. അപ്പൊ കൂടുതലായിട്ടുണ്ട്, അതെല്ലാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ആ കോളത്തിൽ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയായിട്ട് ഒരു ഇൻഡു കാണുന്നുണ്ട്. ആ ഇൻഡുവിൽ തൊട്ടിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ ഒഴിവാകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ഒഴിവാക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ചാനലിന്റെ പേരിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആ ഇൻഡു കാണുന്നത് അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്താൽ അത് സിംഗിൾ ആയിട്ട് ഒന്നൊന്നായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതല്ല മൊത്തമായിട്ട് ഒഴിവാക്കണമെങ്കിൽ ആ കോളത്തിൽ കൊടുത്തിട്ടുള്ള, അതായത് മൊത്തത്തിൽ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എല്ലാവരുടെയും ഒഴിവാക്കണമെങ്കിൽ ആ കോളത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ഇൻഡു ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് ആ കോളത്തിലെ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ മൊത്തമായിട്ട് ഒഴിവായി കിട്ടും. അത് ടച്ച് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ അതിന്റെ തൊട്ട് താഴെ കാണുന്ന ആ സേവ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും സേവ് ചെയ്യണം, എന്നാലേ അത് ഒഴിവായി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ പേജ് സ്വല്പം മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുന്ന താഴെയായിട്ട് നമുക്ക് അടുത്ത ഒരു കോളം കാണാം. ആ കോളത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഈ മൂന്നാമതായിട്ട് കാണുന്ന കോളത്തിൽ ഒന്നുമില്ല, അതുകൊണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് വേറൊരു കോളം കാണാം. ഈ മൂന്നാമത്തെ കോളത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന കോളം എന്ന് പറയുന്നത് അപ്രൂവ്ഡ് യൂസർ എന്നുള്ള കോളമാണ്. ആ കോളത്തിൽ ഒന്നും തന്നെ ഇല്ല. അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഹൈഡ് ചെയ്തിരിക്കുന്നവരുടെ കോളം. അതായത് ഇവിടെയായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രത്യേകമായിട്ട് ഹിഡൻ യൂസർ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന കോളമാണ് നമ്മൾ എത്ര പേരുടെ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ഹൈഡ് ചെയ്തിട്ടുള്ളവരുടെ എല്ലാം നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അതായത് ഏറ്റവും ടോപ്പിലത്തെ കോളം എന്ന് പറയുന്നത് മാനേജിംഗ് മോഡറേറ്റർ, അതിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റാൻഡേർഡ് മോഡറേറ്റർ, അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് അപ്രൂവ്ഡ് യൂസർ എന്നുള്ളത്, അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഹിഡൻ യൂസർ എന്നുള്ള ഈ ഹൈഡ് ചെയ്തിട്ടുള്ള ഈ ഓപ്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയായിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒഴിവാക്കണം, ഈ ഹൈഡ് ചെയ്തിട്ടുള്ള ആരെയും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള ആരെയും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാനായിട്ട് ആ ചാനലിന്റെ പേരിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ആ ഇൻഡു കൊണ്ട് ആ അവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്താൽ മതി. അത് മൊത്തത്തിൽ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള മൊത്തം ഒഴിവാക്കണമെങ്കിൽ ഈ ആദ്യമേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആ കോളത്തിനകത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഇൻഡുവിൽ തൊട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്താൽ മാത്രമേ ആ ഹൈഡ് മൊത്തം ഒഴിവാക്കി കിട്ടത്തുള്ളൂ. ഇത് പലപ്പോഴും നമുക്ക് ഹൈഡ് പലരുടെയും ഒഴിവാക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈഡ് ഒഴിവാക്കി കൊടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടാണ് ഇതേമാതിരി നമ്മൾ ഹൈഡ് ഒഴിവാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഹൈഡ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.